സിനിമയിലെ പൊട്ടിത്തെറിക്ക് പിന്നാലെ സംവിധായകരുടെ സംഘടനയിലും നീതി കിട്ടുന്നില്ല എന്ന് അതിലെ ഒരംഗമായ ആഷിഖ് അബു ആരോപിക്കുമ്പോൾ മോളിവുഡ് എന്ന താരതമ്യേന ഒരു കൊച്ചു സിനിമാ ഇൻഡസ്ട്രിയിൽ മാത്രം എത്രയെത്ര പ്രശ്നങ്ങളായിരിക്കും ഉള്ളതെന്ന് ഓർത്തു നോക്കൂ. മലയാളത്തിൽ മാത്രമല്ല, ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ഇന്ത്യയിൽ വിവിധ സിനിമാ മേഖലകളുടെ ഭാഗമായി ജോലി ചെയ്യുന്നത്. കേരളത്തിലുണ്ടായതുപോലെ വ്യാപകമായ ചൂഷണം മറ്റു പല ഫിലിം ഇൻഡസ്ട്രികളിലും ഉണ്ടാകുന്നു എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. തമിഴിലെ താരസംഘടനയായ നടികർ മന്ത്രം തന്നെ ഇക്കാര്യം ഉന്നയിച്ചിരിക്കുകയാണ്. ബംഗാളിയിലും തെലുങ്കിലും ഇക്കാര്യങ്ങൾ ഉയർന്നു എന്നയിടത്താണ് ഇന്ത്യൻ സിനിമാ വ്യവസായത്തിന്റെ വലിപ്പം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നത്. ഇന്ത്യൻ സിനിമാ മേഖലയുടെ വ്യാപ്തി, വരുമാനം അതൊക്കെ എത്രയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് ബോക്സ് ഓഫീസിലേക്ക്, ഇന്ത്യൻ സിനിമാ വ്യവസായത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഇന്ത്യൻ സിനിമാ വ്യവസായത്തിലെ 2023 അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. ഇന്ത്യയിൽ 2023 റിലീസ് ചെയ്ത സിനിമകൾ ഓരോ ഭാഷയും തിരിച്ച് നമുക്ക് ആദ്യം പരിശോധിക്കാം. അതാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. തെലുങ്കിൽ 320 ചിത്രങ്ങൾ, തമിഴിൽ 263 ചിത്രങ്ങൾ, മലയാളത്തിൽ 243 ചിത്രങ്ങൾ, കന്നഡയിൽ 237 ചിത്രങ്ങൾ, ഹിന്ദിയിൽ 215 ചിത്രങ്ങൾ, ഇംഗ്ലീഷ് 188, ബംഗാളി 104, മറ്റു ഭാഷകൾ എല്ലാം ചേർത്ത് 457. അങ്ങനെ 2023 ആകെ എടുത്ത സിനിമകളുടെ, റിലീസ് ചെയ്ത സിനിമകളുടെ എണ്ണം എന്ന് പറയുന്നത് ചില്ലറയല്ല. 2025 സിനിമകളാണ് ഒരു വർഷം റിലീസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഓരോ ഭാഷയും തിരിച്ച് എത്ര വീതമുണ്ട് എന്നതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ബോക്സ് ഓഫീസ് കളക്ഷൻ 2023 ഹിന്ദി 5544 കോടിയാണ്. ദക്ഷിണേന്ത്യൻ ഭാഷകളിലെടുത്ത സിനിമകളെല്ലാം ചേർന്ന് കൂട്ടിയിരിക്കുന്നത് 5292 കോടി രൂപയാണ്. മറ്റു ഭാഷാ ചിത്രങ്ങളെല്ലാം ചേർത്ത് കൊണ്ടുവന്നിരിക്കുന്നത് അത്രയൊന്നും വരില്ല. അതിന്റെ ഏകദേശം 1/3 1764 കോടി രൂപ. അതായത് ഒറ്റ വർഷം മാത്രം ഈ ഒരു ഇൻഡസ്ട്രിയിൽ കിടന്ന് മറിയുന്ന കോടികൾ എന്ന് പറയുന്നത് ചില്ലറയല്ല. 12,600 കോടിയുടെ വ്യവസായമാണ് കഴിഞ്ഞ ഒറ്റ കൊല്ലം ഇന്ത്യയിലെ വിവിധ ഭാഷകളിലായി നടന്നത്. അതിൽ ദക്ഷിണേന്ത്യയുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ബോക്സ് ഓഫീസ് കളക്ഷൻ, അത് തിയേറ്ററുകൾ തിരിച്ച് നമുക്കൊന്ന് നോക്കാം. മൾട്ടിപ്ലെക്സ്, സിംഗിൾ സ്ക്രീൻ, അങ്ങനെ തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ മൾട്ടിപ്ലെക്സുകളിൽ നിന്നുള്ള കളക്ഷൻ എന്ന് പറയുന്നത് 6,600 കോടി രൂപയാണ്. സിംഗിൾ സ്ക്രീൻ 6,000 കോടി രൂപയാണ്. അതാണ് ഇതിന്റെ ഒരു പണക്കിലുക്കത്തിന്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത്. 12,600, 6,600 പ്ലസ് 6,000, അങ്ങനെയാണ് ഈ സ്ക്രീൻ ഡിവൈഡ് ചെയ്ത് നമ്മൾ നോക്കിയാലും. അപ്പോൾ ഈ വിതരണക്കാർക്ക്, നിർമ്മാതാക്കൾക്ക് ഒക്കെ ഉണ്ടാകുന്ന ലാഭവും നഷ്ടവും ഒക്കെ എത്രയാണ് എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനി തിയേറ്ററുകളുടെ എണ്ണം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. എത്ര തിയേറ്ററുകളാണ് ദക്ഷിണേന്ത്യയിലുള്ളതെന്ന് നോക്കൂ. 4,573 തിയേറ്ററുകൾ ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ മാത്രമായുണ്ട്. അതിൽ തന്നെ കേരളത്തിൽ മുക്കോട് മുക്ക് തിയേറ്ററുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങൾ എല്ലാം ചേർത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 5,169 തിയേറ്ററുകളുണ്ട്. അതായത് നമ്മുടെ രാജ്യത്താകെ 9,742 തിയേറ്ററുകൾ ഉണ്ട് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് വലിയൊരു വ്യവസായമാണ്. ആ വലിയൊരു വ്യവസായത്തിന്റെ ഭാഗമായി ഒരുപാട് മനുഷ്യർ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ സ്ത്രീകളുണ്ട്. അവർക്ക് നേരെ ചൂഷണവും ഉണ്ടാകുന്നുണ്ട്. അത് പറയാനാണ് ഈ വ്യവസായത്തിന്റെ ഈ കോടികളുടെ വലിപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അപ്പോൾ എന്താണ് നമ്മൾ ഇനി ഉറപ്പാക്കേണ്ടത്? തുല്യമായ സേവനം നൽകുന്നതിന്, അല്ലെങ്കിൽ തുല്യമായി ഒരു മേഖലയിലേക്ക് കടന്നു വരുന്ന ആണിനും പെണ്ണിനും നീതി മാത്രം രണ്ട് തട്ടിൽ ആയി പോകരുതല്ലോ. അതുണ്ടാകുമെന്ന് പ്രതീക്ഷയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ തുടർ വാർത്തകളിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും.